നമസ്തേ, ഞാൻ സിന്ധു സതീശൻ. മഹാത്മാഗാന്ധിയെ കൊന്നത് RSകാരനാണ് എന്ന് കേരളത്തിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇടതു വലത് ജിഹാദികൾ ഒരു ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഗാന്ധിയെ കൊന്നത് RSകാരനാണ്. അതായത് ഈ വിനായക നാഥൂറാം ഗോഡ്സെ ഒരു RSകാരനായിരുന്നു. അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇപ്പോൾ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഞാനൊക്കെ കേട്ട് വളർന്നിട്ടുള്ളത് നമ്മുടെ മഹാത്മാഗാന്ധിയെ കൊന്നത് വധിച്ചത് RSകാരനായ നാഥൂറാം ഗോഡ്സെയാണ്, ഹിന്ദുത്വ തീവ്രവാദിയായ നാഥൂറാം ഗോഡ്സെയാണ് എന്നൊക്കെയാണ്. ശരിക്കും ആ കാലഘട്ടത്തിൽ പറഞ്ഞു വന്നുകൊണ്ടേയിരുന്ന, ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന മഹാത്മാഗാന്ധിയെ കൊന്നത് RSകാരനാണെന്ന ആ വിവാദ പരാമർശം വാസ്തവമാണോ വാസ്തവ വിരുദ്ധമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. കാരണം കേരളത്തിൽ അന്നും ഇന്നും ഗാന്ധിവധത്തിന്റെ ഘാതകൻ ഒരു RSകാരനാണെന്നും ഗാന്ധിവധം RSനെ തലയിൽ കെട്ടിവെച്ച് ആത്മനിർവൃതി അടയാൻ കാത്തിരിക്കുകയാണ് ഇടതനും വലതനും. അതിന് പുട്ടിന് തേങ്ങ പീര എന്ന പോലെ തീവ്രവാദികളും ജിഹാദികളും. ഇവരുടെയൊക്കെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ പൊളിച്ചെടുക്കുകയാണ് BJP നേതാവും വക്താവുമായ ശ്രീ സന്ദീപ് വാചസ്പതി. അദ്ദേഹത്തിന്റെ മുഖപുസ്തകത്തിലൂടെയാണ് ഗാന്ധിയെ വധിച്ചത് RSS ആണെന്നുള്ള ആരോപണത്തിനെതിരെ ശക്തമായി വിമർശിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ: മഹാത്മാവിന് ആദരം. മഹാത്മാഗാന്ധിയുടെ വധത്തിന് പിന്നിൽ RSകാരാണത്രേ. അമോൽ ബേബിമാരായ പപ്പുമാർ മുതൽ വലിയ ബുജ്ജികളായി നടിക്കുന്നവർ വരെ തരം കിട്ടിയാൽ പാടി നടക്കുന്ന വാഴ്ത്താരിയാണിത്. എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ കൈരേഖ പൊക്കിക്കാണിക്കും. അല്ലെങ്കിൽ സവാക്കർ, ഹിന്ദു മഹാസഭ, ഗോഡ്സെ, അമ്പലം എന്നൊക്കെ വെളിവുകേട് പുലമ്പും. നിയമപരമായി ഇതിനെ ചോദ്യം ചെയ്താലോ മാപ്പ് പറഞ്ഞ് തടി കഴിച്ചിലാക്കും. അല്ലാതെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, രേഖകളുടെ പിൻഫലത്തിൽ ആരോപണം തെളിയിക്കാൻ നാളിതുവരെ സാധിച്ചിട്ടില്ല. പക്ഷെ 1948 മുതൽ നാളിതുവരെ ഒരു അനുഷ്ഠാനം പോലെ RSSനെ തൽപര കക്ഷികൾ ആരോപണ നിഴലിൽ നിർത്തുകയാണ്. ഏതൊരു കേസിലും പ്രതികളെ നിശ്ചയിക്കുന്നത് വിവിധ ഘട്ടങ്ങളിലൂടെയും പ്രക്രിയകളിലൂടെയുമാണ്. പോലീസ് അന്വേഷണം, കൂട്ടുപ്രതികളുടെ മൊഴി, സാഹചര്യം, ഭൗതിക തെളിവുകൾ, കോടതിയുടെ നിർദ്ദേശം, അന്വേഷണ കമ്മീഷൻ കണ്ടെത്തൽ, ഇവയൊക്കെ വ്യക്തിയെയോ സംഘടനയെയോ പ്രതിസ്ഥാനത്ത് നിർത്താൻ പര്യാപ്തമാണ്. എന്നാൽ ദില്ലി തുഗ്ലക് റോഡ് പോലീസ് സ്റ്റേഷനിൽ 64/48 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിന്റെ വഴികളിലെ പിന്നീട് ഉണ്ടായ അന്വേഷണ കമ്മീഷനോ ഗാന്ധി വധവുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു തെളിവും കണ്ടെത്തിയിട്ടില്ല. കേസിൽ 149 സാക്ഷികളെ വിസ്തരിച്ചെങ്കിലും അവരാരും തന്നെ സംഘത്തിന് ഗാന്ധി വധത്തിൽ പങ്കുണ്ടായിരുന്നതായി മൊഴി നൽകിയിട്ടില്ല. പിന്നീട് പ്രധാനമന്ത്രിയായ മൊറാർജി ദേശായി അടക്കമുള്ളവർ സാക്ഷി പട്ടികയിലുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ബോംബെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. RSSനെ മുളയിലെ നുള്ളൽ വെമ്പൽ പൂണ്ടിരുന്ന ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് കേസ് അന്വേഷിച്ച് പൂർത്തിയാക്കിയത്. എന്നാൽ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥർ ആരും തന്നെ സംഭവവുമായി സംഘത്തിന് ബന്ധമുണ്ടെന്ന് ആരോപിച്ചില്ല. പ്രതികളുടെ രാഷ്ട്രീയ ബന്ധത്തെപ്പറ്റി കുറ്റപത്രത്തിൽ നിരവധി വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും RSനെ പറ്റി വിമർശകർ മൗനം പാലിക്കുകയാണ്. കുറ്റപത്രം കോടതിയിൽ വായിച്ചു കേട്ട പ്രതികൾ പലവിധ തർക്കങ്ങൾ ഉന്നയിച്ചപ്പോഴും RSS ബന്ധത്തെപ്പറ്റി ചൂണ്ടിക്കാണിച്ചിട്ടില്ല. 149 സാക്ഷികളുടെ 700 പേജുകളിൽ വരുന്ന മൊഴികളിലോ ഹാജരാക്കപ്പെട്ട 404 രേഖകളിലോ RSSനെ ഗാന്ധി വധവുമായി ബന്ധിപ്പിക്കുന്ന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാപ്പുസാക്ഷിയായ ദിഗംബര ബഡ്ജെ മറ്റ് പ്രതികൾക്ക് RSS പശ്ചാത്തലമുള്ള മൊഴി നൽകിയിട്ടില്ല. കേസ് വിസ്താരത്തിനിടയിൽ വാദിപ്രതി ഭാഗം വക്കീലന്മാർ ആരും തന്നെ ഇത്തരമൊരു പരാമർശം നടത്തിയിട്ടില്ല. കേസ് നടത്തിപ്പിനായി ഹിന്ദു മഹാസഭ രൂപീകരിച്ച ഡിഫൻസ് കമ്മിറ്റിയിൽ RSS ബന്ധമുള്ള ആരും തന്നെ സഹകരിച്ചതായും രേഖയിലില്ല. എന്നാൽ ബാലഗംഗാധര തിലകന്റെ ചെറുമകൻ GV ഖേദ്കർ ഡിഫൻസ് കമ്മിറ്റിയിലും ജയിൽ മോചിതരായ പ്രതികൾക്ക് സ്വീകരണം ഒരുക്കുന്ന കമ്മിറ്റിയിലും പ്രവർത്തിച്ചിരുന്നതായി തെളിവുണ്ട്. ആ സ്വീകരണ ചടങ്ങിലും സംഘപ്രവർത്തകർ ആരും പങ്കെടുത്തിട്ടില്ല. എന്നിട്ടും RSSന്റെ പേര് ഗാന്ധി വധത്തിലേക്ക് വലിച്ചിഴച്ച് സംഘത്തെ നിരോധിച്ചു. ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് ദില്ലി പോലീസ് 7 റെയ്ഡുകളാണ് നടത്തിയിട്ടുള്ളത്. അതിൽ ഒരെണ്ണം അന്നത്തെ ദില്ലി നഗർ സർ സംഘചാലക് ഹരിചന്ദിന്റെ വീട്ടിലായിരുന്നു. പക്ഷെ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട ഒരു രേഖയും അവിടെ കണ്ടെത്താനായില്ല. ഒരു വർഷത്തിന് ശേഷം സംഘത്തിന് മേലുള്ള നിരോധനം നിരുപാധികം കേന്ദ്ര സർക്കാർ പിൻവലിക്കുകയായിരുന്നു.
1966 കേന്ദ്ര സർക്കാർ ജീവൻ കപൂറിനെ ഗാന്ധിവധത്തെപ്പറ്റി അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി. 3 വർഷത്തിന് ശേഷം കപൂർ കമ്മീഷൻ എത്തിച്ചേർന്ന നിഗമനം ഇതായിരുന്നു. എല്ലാ വസ്തുതകളും ഒരുമിച്ച് പരിശോധിച്ച സവാർക്കറും കൂട്ടാളികളും നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു ഗാന്ധിവധം എന്ന നിഗമനത്തിലല്ലാതെ മറ്റൊന്നിനും പ്രസക്തിയില്ല. എന്നിട്ടും RSSനെ ഗാന്ധിവധവുമായി ബന്ധപ്പെടുത്തുക എന്നത് ഒരു മുൻകരുതലെടുക്കലാണ്. ഉത്സവപ്പറമ്പിലെ പഴയ പോക്കറ്റടിക്കാരന്റെ അതേ തന്ത്രം. ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും സംശയങ്ങളും ഉയരരുത് എന്ന് നേരത്തെ ഉറപ്പിച്ച ചില കുടില കുടുംബാംഗങ്ങളുടെ തീരുമാനമാണ് ഇതിന് പിന്നിൽ. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ലളിത യുക്തിക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നത് ഇനിയും പുറത്തു വരേണ്ട വൻ ഗൂഢാലോചനയാണ്. മഞ്ഞുമലയുടെ അറ്റം ദൃശ്യമായിട്ടുണ്ടെങ്കിലും പലതും ഇനിയും വെളിപ്പെടേണ്ടതുണ്ട്. അതിന് നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കാം. 1. ഗാന്ധിവധം നേരിട്ട് കണ്ട മനു, ആഭായ് എന്നിവരെ സാക്ഷികളെ വിസ്തരിക്കാത്തത് എന്തുകൊണ്ട്? 2. FIS പ്രാഥമിക മൊഴി കൊടുക്കാൻ ഏറ്റവും അനുയോജ്യരായവർ ഇവർ ആയിട്ടും എന്തുകൊണ്ട് ഇവരിൽ നിന്നും മൊഴിയെടുത്തില്ല? 3. വെടിയേറ്റ ഗാന്ധിജിയെ ആശുപത്രിയിലേക്ക് എത്തിക്കാതെ തൊട്ടടുത്തുള്ള ബിർള ഹൗസിലേക്ക് എത്തിച്ചത് എന്തുകൊണ്ട്? വെടിയേറ്റ് 15 മിനിറ്റോളം അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നതായി FIR പറയുന്നുണ്ട്. 4. നന്ദലാൽ മെഹ്ത എന്നയാളെ പ്രാഥമിക മൊഴി നൽകാൻ തെരഞ്ഞെടുത്തതായിരുന്നു. 5. ഗാന്ധിജിയുടെ ജീവനെടുത്ത ഇറ്റാലിയൻ നിർമ്മിത ബെറേറ്റ പിസ്റ്റൾ ജഗദീഷ് പ്രസാദ് ഗോയലിൽ നിന്ന് ദന്തവധയിൽ നിന്ന് പാർച്ചുറെ വഴി ഗോഡ്സെയിലേക്ക് എവിടെ നിന്ന് കിട്ടി എന്നതിനെ പറ്റി അന്വേഷണം ഉണ്ടാകാഞ്ഞത് എന്തുകൊണ്ട്? 6. ഗാന്ധി കൊല്ലപ്പെടുന്ന വിവരം ഉണ്ടായിട്ടും സുരക്ഷ ഒരുക്കാത്തതിന്റെ കാരണം. ഗാന്ധി സമ്മതിക്കില്ല എങ്കിലും രഹസ്യമായിട്ട് സുരക്ഷ ഒരുക്കാമായിരുന്നു. 7. ഗാന്ധിജിയെ വധിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് പിടിയിലായി വിട്ടയക്കപ്പെട്ട മദൻലാൽ പഹ്വയെ നിരീക്ഷിക്കാതിരുന്നത് എന്തുകൊണ്ട്? 8. മദൻലാൽ ഗോഡ്സെയുമായി ചേർന്ന് വീണ്ടും വധം ആസൂത്രണം ചെയ്തത് രഹസ്യാന്വേഷണ വിഭാഗം അറിയാതെ പോയത് എന്തുകൊണ്ട്? 9. ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനാണ് ഗോഡ്സെ എന്ന് അന്വേഷണത്തിൽ വെളിപ്പെട്ടിട്ടും സഭയെ നിരോധിക്കാതെ സംഭവവുമായി ബന്ധമില്ലാത്ത RSSനെ നിരോധിച്ചത് എന്തിന്? 10. ഗാന്ധി വധിക്കപ്പെടുമ്പോൾ ഹിന്ദു മഹാസഭ അധ്യക്ഷനായിരുന്ന നിർമ്മൽ ചന്ദ്ര ചാറ്റർജി CPM നേതാവ് സോമനാഥ് ചാറ്റർജിയുടെ അച്ഛൻ പിന്നീട് ഹിന്ദു മഹാസഭ CPM ടിക്കറ്റുകളിൽ MP ആയത് എങ്ങനെ? ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ എണ്ണം കൂടുന്നതുവരെ കീചക ഭീമ ലളിത യുക്തിക്ക് പിന്നിൽ അവർ സുരക്ഷിതരായിരിക്കും. അതുവരെ പോരാളി ഷാജിമാരും അമൂൽ ബേബികളും മാക്കുറ്റികളും അരങ്ങ് തകർക്കട്ടെ. അവരോടൊക്കെ പറയാൻ ഹെൻറി മോർഗന്റെ വാക്കുകൾ മാത്രം. തെളിവുകളുടെ പിൻഫലത്തോടെ സ്ഥാപിക്കപ്പെടാത്തതൊന്നും ചരിത്രമല്ല. ഇതാണ് സന്ദീപ് വാചസ്പതിയുടെ പോസ്റ്റ്. എന്തായാലും വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും ശക്തി പ്രാപിക്കുമ്പോഴേ പാലാഴിയിൽ കടഞ്ഞെടുത്ത അമൃതകുംഭം പോലെ ഗാന്ധി വധത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ പുകമറയിൽ നിന്ന് പുറത്തു വരും. അതുവരേക്കും ഗാന്ധി വധത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നും ആർക്കു വേണ്ടിയാണെന്നും എന്താണ് അവരുടെ ലക്ഷ്യമെന്നും അറിയുന്നതുവരെ ഈ ചോദ്യങ്ങൾ നമുക്കും ചോദിച്ചുകൊണ്ടായിരിക്കും. മറ്റൊരു നല്ലൊരു വീഡിയോ മറ്റും ഉടൻ വരുന്നതായിരിക്കും. ജയ് ഹിന്ദ്.